ഹലോ സാർ, ഇത് നിങ്ങളെ ഗോതമ്പ് പാടാന്നല്ലേ? ഇത് എനിക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുവാ? ഇത് എന്താ നിങ്ങൾ ഗോതമ്പ് കൃഷിനെ പറ്റി ഒന്നും അറിയില്ലേ? ഇല്ല, ഒന്നും അറിയില്ല. ഗോതമ്പിന്റെ പാടം ഇത് ആദ്യമായിട്ടാണോ കാണുന്നത്? യെസ്, അതെ. ഇതിനെപ്പറ്റി കുറച്ച് നമുക്ക് ഒരു നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞു തരുവാ എന്തൊക്കെയാന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് ആദ്യം തന്നെ ഇത് മധ്യപ്രദേശിലെ ശരബതി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഗോതമ്പ് ഇനാണ്. ഇത് ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. എല്ലാം 3 പ്രാവശ്യമായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് അവസാനത്തെ പ്രാവശ്യമാണ്, 3ാമത്തെ പ്രാവശ്യം. ഒരു 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും, മൂക്കും. ഇപ്പം ഞാൻ വളവെല്ലാം ഇട്ട് വെച്ചിനത്രേ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളറെല്ലാം മാറും. ഇത് ഇപ്പം ഇതിനകത്തൊരു പാലിൻ്റെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക, നല്ല പാലുണ്ടാവും. പിന്നെന്താന്ന് വേറെ എന്താ അറിയാനുള്ളത്? വളം എന്താ ചെയ്യുന്നതെന്നാ സാർ? ഇത് എത്ര ഏക്കർ ഉണ്ടാവും? ഇത് 18 ഏക്കർ ഉണ്ട് ഈ ഒരു തോട്ടം. സാറിന്റെ സ്വന്തമാണോ ഇതെല്ലാം? അതെ, ഇത് മുഴുവൻ എൻ്റെ സ്വന്തമാണ്. ഞാൻ പണിക്കാരെ വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് കടുകിന്റെ തോട്ടമുണ്ട്, അത് അപ്പുറത്ത് വടക്ക് വശത്താണുള്ളത്. അപ്പൊ സാർ ഇതില് ജീവിക്കേണ്ട കാശൊക്കെ കിട്ടുവാ നിങ്ങൾക്ക്? ഇതിപ്പോ ഒരു പ്രാവശ്യം നമ്മുടെ നാട്ടില് മൂരുവാന്നല്ലേ പറയാ. മൂർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 30-40 ലോഡ് കയറ്റി വെക്കാനുണ്ടാവും നാഷണൽ പെർമിറ്റ് ലോറിക്ക്. അന്നേരം പിന്നെ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, ഒരു ചാക്കിന്റെ മേലെ എത്ര നിങ്ങൾക്ക് 1 കിലോക്ക് 42 റുപ്യക്കല്ലേ കിട്ടുന്നത് നാട്ടില്? അപ്പൊ നല്ല വരുമാനമുള്ള മാർഗം തന്നെയാണ്. അപ്പൊ സാർ നിങ്ങൾക്ക് എങ്ങനെയാ മലയാളം അറിയാ? ഇവിടെ MP-യിലായിട്ട് നിങ്ങൾക്ക് മലയാളം എങ്ങനെയാ അറിയാ സാർ? ഞാൻ 10-30 കൊല്ലം മുമ്പേ നാട് വിട്ട് വന്നയാളാണ്. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർകാരാ? നമ്മളും കണ്ണൂരിൽ തന്നെയാണ് വരുന്നത്. കണ്ണൂരേടാ? കണ്ണൂർ നമ്മള് കണ്ണൂർ ടൗണിന്റെ അടുത്ത് തന്നെയാണ്. അതെയാ? നിങ്ങളിപ്പോ എങ്ങോട്ടാ പോയിട്ട് വരുന്നത്? നമ്മള് പ്രയാഗ്രാജ് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നിന്നതാന്ന്. ഗോതമ്പ് വേണോ? കുറച്ച് കാണിച്ചു തരുവാ ഗോതമ്പിനെ കുറിച്ച്? നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാൻ താല്പര്യമുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എല്ലാം കേരളത്തിൽ നിന്നാണ്. ഗോതമ്പിനെ കുറിച്ചൊന്നും അറിയില്ല. നോക്കിയാട്ടെ, ഒരു ഗോതമ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഗോതമ്പ് ചെടീന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 30-40 സെന്റിമീറ്റർ അടുപ്പിച്ചേ ഉണ്ടാവും. 30-35 സെന്റിമീറ്റർ ഉണ്ടാവും. ഇതാണ് ഒരു ഗോതമ്പിന്റെ കതിര് എന്ന് പറയുന്നത്, ഗോതമ്പ് കതിര്. ഇതിപ്പം പച്ച മൂത്തിട്ടില്ല, മൂക്കാത്തതുകൊണ്ടാണ് ഈ കളർ, പച്ച കളർ കാണുന്നത്. ഇത് കുറച്ചും കൂടി മൂത്ത് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറാവും. അത് കടുക് കാണുന്നുണ്ടല്ലോ, ഇത് കടുകല്ലേ? കടുകാണ്. കഴിഞ്ഞ പ്രാവശ്യം കടുകായിരുന്നു ഈ വയലിൽ കൃഷി ചെയ്തത്. അപ്പൊ ആ വയലിൽ കൃഷി ചെയ്ത സമയത്ത് ബാക്കി ഇടക്കെല്ലാം കടുക് വീണിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ഇടക്കിടക്ക് കടുക് കാണുന്നത്. അത് നമ്മൾ എടുക്കൂല. കടുകിന്റെ പാടം വേറെ തന്നെയുണ്ട്. അപ്പൊ ഇതിന് എന്നാ ചെയ്യാ? ഇത് ഇങ്ങനെ തന്നെ കളിയും? അല്ല, അത് നമ്മള് ഗോതമ്പ് മാത്രം എടുക്കുക. മറ്റേത് എടുക്കൂല, അതങ്ങ് വേസ്റ്റ് ആയിട്ട് പോവുക. സാർ ഇത് വലിയ ഇതാണല്ലോ ഫാമിങ് ഇത്? അതെ, ഫാമിങ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് വളമിടുന്നത് പശുവിന്റെ കാലിവളം ഇടുന്നുണ്ട്. അതിന് നമുക്ക് 30 പശുവുണ്ട് ഇടാം. പശുവുണ്ട്, കുറച്ച് എരുമയും ഉണ്ട്. പിന്നെ രാസവളം ഉപയോഗിക്കൽ നമ്മൾ കുറവാണ്. കേരളത്തിലെല്ലാം ഭയങ്കര രാസവളല്ലേ, തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഉപയോഗിക്കുന്ന രാസവളല്ലേ. ഇവിടെ രാസവളം കുറവാണ്. ഞാനെന്നാല് കുറച്ച് കഞ്ഞി ഒഴിച്ചു തരട്ടെ? സാറിവിടെ നല്ല തണുപ്പുണ്ടല്ലേ? നിങ്ങൾക്ക് ഷാളെല്ലാം എടുത്തിട്ട് രാവിലെ നല്ല തണുപ്പായിരിക്കും, രാത്രി വൈകുന്നേരം എല്ലാം. ഞാൻ ഇങ്ങനെ തോട്ടം നോക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പണിക്കാരുണ്ടായിരുന്നു, അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടല്ലേ. ശരി സാർ, താങ്ക്സ് നിങ്ങളെ വാല്യുബിൾ ടൈം തരാൻ വേണ്ടിട്ട്. താങ്ക് യു. വെൽക്കം. നമുക്ക് നാട്ടിൽ നിന്ന് കാണാം. ഞാനൊരു ഗോതമ്പത്തിന്റെ കതിര് കാണിച്ചു തരാം. ഒരു മുത്തുമാലേനകത്ത് മുത്തുകൾ അടുക്കി വെച്ചതുപോലെ ഗോതമ്പിനെ എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതതിൻ്റെ ഒരു അരിമണിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഗോതമ്പ് ഉണ്ടാവുക. നമ്മളിങ്ങനെ പൊളിച്ചു നോക്കിയാൽ
ഇതിനകത്ത് ഗോതമ്പ് ഇങ്ങനെ കാണാൻ പറ്റും. കേട്ടോ, ഇത് മൂത്തിട്ടില്ല, മൂക്കാത്തതുകൊണ്ടാണ്. മൂത്ത് കഴിഞ്ഞാൽ നല്ല റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് തോല് കളയാത്ത ചില ഗോതമ്പ് കണികൾ കിട്ടലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഈ ഗോതമ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം നേരിട്ടൊന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.